സരിതപ്രിയ. ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മഞ്ഞുകാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ. പ്രത്യേകിച്ചും ഇടുക്കുകളിലും ഗുഹ്യഭാഗങ്ങളിലും ഒക്കെ ഇത് വളരെ കോമൺ ആണ്. കാരണം അടിക്കടി ഉണ്ടാകുന്ന മഴയും ഒക്കെ കാരണം കൃത്യമായ രീതിയിലുള്ള ശുചിത്വ പരിപാലന ഇല്ലായ്മയും ഒക്കെ ഇതിനൊരു കാരണമാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ചും അധികമായി വിയർക്കുന്ന ഭാഗങ്ങൾ, അതായത് ഇടുക്ക് ഭാഗങ്ങൾ എല്ലാമാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വൃത്തി തന്നെയാണ്. കാരണം ഈ ഭാഗങ്ങളിലുള്ള ഹൈജീൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അടിവസ്ത്രങ്ങളുടെ വൃത്തിയും അതേപോലെ അടിവസ്ത്രങ്ങൾ ഒരു 2 തവണയെങ്കിലും മാറ്റാനായിട്ട് നോക്കുക. ഒരു ദിവസം കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ ഉണങ്ങിയതിനു ശേഷം മാത്രം ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പൊതുവെ മഴയൊക്കെ വരുമ്പോൾ എല്ലാവരും ഫാനിന്റെ കീഴിലൊക്കെ ഇട്ട് ഉണക്കിയിട്ട് ആ തണുപ്പ് നിൽക്കുമ്പോൾ തന്നെ ധരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൃത്തിയാക്കുന്ന രീതിയാണ്. കാരണം കൃത്യമായ രീതിയിൽ ആ ഭാഗങ്ങൾ വൃത്തിയാക്കി ഈർപ്പം നന്നായിട്ട് മാറിയതിനു ശേഷം മാത്രം വസ്ത്രം ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് ടോയ്ലറ്റ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഒരു കോമൺലി യൂസ് ചെയ്യുന്ന വെള്ളമോ അല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങളോ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഭക്ഷണമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ ചൊറിച്ചിൽ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒഴിവാക്കാനായിട്ട് നോക്കുക. പ്രത്യേകിച്ചും സീ ഫുഡ്സിൽ ചില ഷെൽ കണ്ടന്റ് ഉള്ള ഫിഷസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബോഡി വെയർസ് തന്നെയാണ്. അതായത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം തന്നെയാണ്. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുരുഷന്മാരാണെങ്കിൽ ബോക്സർ ടൈപ്പ് ഇന്നേഴ്സ് ഉപയോഗിക്കാനായിട്ട് നോക്കുക. സ്ത്രീകളാണെങ്കിലും ഒരു 2 തവണയെങ്കിലും, അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും 2 തവണയെങ്കിലും നിങ്ങളുടെ ഇന്നർ വെയർസ് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് നന്നായി ഉണങ്ങിയതിനു ശേഷം മാത്രം ധരിക്കാനായിട്ട് നോക്കുക. പിന്നെ ഹോസ്റ്റൽസിലൊക്കെ താമസിക്കുന്നവർക്ക് പൊതുവെ ഒരു പ്രവണതയുണ്ട്. ഈ ഇന്നർ വെയർസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ വാഷ് ചെയ്യാത്തത് തിരിച്ചെടുത്തിടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരിലാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വളരെയധികം കൂടുകയും പൊതുസ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചൊറിച്ചിൽ വളരെ അസ്വസ്ഥം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ അലർജിക് പ്രോൺ ആളുകളാണെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള അലർജി നിങ്ങളെ അലട്ടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും IG ലെവൽസ് നോക്കുക. ഇത് ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ മരുന്നെടുത്താൽ മാത്രമേ ഈ ഒരു ഇൻഫെക്ഷൻ നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ചൊറിച്ചിലുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ മടിയാണ് എന്ന ധാരണയിൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഏതെങ്കിലും ഒരു മരുന്ന് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈർപ്പം നിൽക്കവേ തന്നെ, അതായത് ശരീരത്തിൽ ഈർപ്പം നിൽക്കവേ തന്നെ പെട്ടെന്ന് വസ്ത്രം ധരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരിലേക്കായിട്ട് ഷെയർ ചെയ്യുക.